പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തതയില്ലാതെ സർക്കാർ ജീവനക്കാർ. സർക്കാരിന് ബാധ്യതയുണ്ടാക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം അംഗീകരിക്കുന്നില്ലെന്ന് ധനമന്ത്രി നയം വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ജീവനക്കാരെ സർക്കാർ മധുരച്ചിട്ട് തുപ്പാനും വയ്യ, കൈച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാക്കി. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി തന്നെ പുനഃസ്ഥാപിക്കണമെന്ന് CPIയുടെ സർവീസ് സംഘടന ആവശ്യപ്പെട്ടു. സർ, പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടിലാണ് സർക്കാരിന്റെ കണ്ണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന സർവീസ് സംഘടനകളുടെ ആവശ്യം ബജറ്റിൽ അംഗീകരിച്ചു. അത് കേട്ടാൽ ജീവനക്കാർക്ക് കൈയടിക്കാനും തോന്നും. പക്ഷേ സർക്കാർ തന്നെ ചെലവ് വഹിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കില്ലെന്ന് നയം വ്യക്തമാക്കി കഴിഞ്ഞു. ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം. ആകെ ആശയക്കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന മുൻ നിലപാടിൽ ഉറച്ച ഭരണപക്ഷ സംഘടനയായ ജോയിന്റ് കൗൺസിൽ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നേരത്തെ ഇപ്പം നടക്കുന്ന പോലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉള്ളതുപോലെ ആ ഒരു നിലപാട് ഈ സർക്കാരും തുടരണം. അത് ഏത് തരത്തിൽ പെൻഷൻ പദ്ധതിയുടെ പേരെന്തോ ആയിക്കൊണ്ട് പോട്ടെ, അതിനകത്ത് ആ ഒരു നിലപാട് ഉണ്ടാവണം. പെൻഷൻ ഉറപ്പാക്കണം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് തന്നെയാണ് CPMന്റെ സർവീസ് സംഘടനയുടെ എക്കാലത്തെയും മനസ്സിലിരിപ്പ്. പക്ഷേ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് പരസ്യമായി കഴിഞ്ഞ 8 വർഷവും മിണ്ടിയിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. ബജറ്റിന്റെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുമ്പോഴും ഈ പറയുന്ന ബദൽ പെൻഷൻ എന്തെന്ന ആശയക്കുഴപ്പമുണ്ട്. പൂർണ്ണമായും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ജീവനക്കാർക്ക് പെൻഷൻ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കോൺഗ്രസിന്റെ സർവീസ് സംഘടന പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൽ പ്രഖ്യാപനത്തെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രം വിമർശിക്കുകയാണ്. UDF ഭരണകാലത്താണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പിൻവലിച്ചതെങ്കിലും ഇപ്പോൾ പുനഃസ്ഥാപിച്ചേ മതിയാകുമെന്ന രാഷ്ട്രീയ നിലപാടാണ് പയറ്റുന്നത്. ഇത് ഇലക്ഷൻ അടുത്തപ്പോൾ സർക്കാർ ജീവനക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഇന്ന് ലക്ഷ്യബോധമില്ലാതെ പല കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ വിളിച്ചു പറയുകയാണ്. ഒരു ജീവനക്കാരനെ വിശ്വസിക്കാൻ പോകുന്നില്ല. പുതിയ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കാതെയും DA കുടിശ്ശിക മുഴുവൻ നൽകാതെയുമാണ് ജീവനക്കാരെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞ സർക്കാർ ബജറ്റിൽ പ്രലോഭിപ്പിക്കുന്നത്. പക്ഷേ പകരം വയ്ക്കുന്ന ബദൽ സ്റ്റാറ്റ്യൂട്ടറിയോളം സുരക്ഷിതമാണെന്ന് ബോധ്യം വരും വരെ സർക്കാർ ജീവനക്കാരെ ആകെ തൃപ്തിപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ പാടുപെടും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.